നമസ്കാരം. നമ്മളിന്ന് രസകരമായുള്ളൊരു സംഭവം പറയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാലമാഷ കഥയാണ്. ബാലമാഷ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസികനാണ്, കുട്ടികളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് വളരെ എല്ലാവരോടും വളരെ നന്നായി പെരുമാറും. എന്ത് കാര്യം മാഷോട് തുറന്ന് സംസാരിക്കാം. മാഷ് അതിനെല്ലാം ആൻസർ പറയും. അതിപ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങളായോട്ടെ, അതുപോലെ ലൈനടി കാര്യങ്ങളായോട്ടെ, എന്തിനും മാഷ് കുട്ടികളോട് ഒരുപാട് സ്നേഹമാണ്. എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കുന്ന നല്ല, എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാഷാണ് ബാലമാഷ്. ബാലമാഷക്ക് കുട്ടികളില്ല. അങ്ങനെ ഒരു ദിവസം മാഷ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി പറഞ്ഞു, നമുക്ക് ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കഥകൾ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് കാണിച്ചതാണ്. അതിൽ ഏറ്റവും നല്ല കഥ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്മാനമുണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് നമുക്ക് കഥ എഴുതി തുടങ്ങിക്കോ. മാഷ് അവിടെ ഒരു പീരീഡ് മൊത്തം കഥ എഴുതാനായിട്ട് കൊടുത്തു. എല്ലാവരും കഥ എഴുതി. അപ്പോൾ അതിലൊരു നമ്മുടെ ഹീറോ ഒരു കൊച്ചുമിടുക്കനുണ്ട്. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമായി നോക്കിയ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ലൈനടിക്കാൻ പറ്റുമോ, ആൻറ്റിമാരെ ലൈനടിക്കാൻ പറ്റുമോ. അവൻ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളിങ്ങനെ അങ്ങനെ അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കും. അതവന് ഭയങ്കര ഒരു രസമാണ്. എന്നിട്ട് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്തുള്ള ഒരു ആൻറ്റീനെ ഇവൻ വളയ്ക്കാനായിട്ടുള്ള പരിപാടി വരെ നോക്കുന്നുണ്ട്. വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഇവന് ചങ്ങാതിക്ക്. അപ്പോൾ അങ്ങനെ കഥ എഴുതിയപ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ആകെ കഥ എന്താണ്, ഈ സ്ത്രീകളെക്കുറിച്ചുള്ള കഥകളാണ് മൂപ്പര മനസ്സിലുള്ളത്. വേറൊരു കഥയും അവൻ്റെ മനസ്സിലില്ല. അപ്പോൾ അവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കഥ എന്താണ്, നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയാണ് ഈ ആൻറ്റി. അപ്പോൾ ആ ആൻറ്റീനെ ഇപ്പം വളയ്ക്കാനായിട്ട് അവിടെ ചെല്ലും, സംസാരിക്കും. അതുപോലെ തന്നെ ആൻറ്റിയുടെ ബാക്ക് ഭാഗം നോക്കിയിരിക്കും, മടക്ക് നോക്കിയിരിക്കും, മുല നോക്കിയിരിക്കും. ഇങ്ങനെയുള്ള പല അവയവങ്ങളും നോക്കി വെള്ളർക്കല മൂപ്പര പണി. എന്നാ കയറി പിടിക്കേണ്ട, എന്നാ അതൊന്ന് ചാലാക്കി കിട്ടുക എന്ന് പറഞ്ഞിട്ട് ചാലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് മൂപ്പര മനസ്സിലുള്ളത്. അവൻ അതെന്നെ കഥയായിട്ട് എഴുതി. അപ്പോൾ എല്ലാവരും കഥ കൊടുത്തു. മാഷ് എല്ലാം വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഥകളൊക്കെ ഞാൻ വീട്ടിൽ പോയി പരിശോധിച്ച് നാളെ വന്നിട്ട് ആരാണ് ഏറ്റവും നന്നായി കഥ എഴുതിയേ അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് മാഷ് എല്ലാവരും കഥയും മേടിച്ച് പുസ്തകം മേടിച്ച് വീട്ടിൽ പോയിട്ട് എല്ലാ പുസ്തകങ്ങളും മേടിച്ച് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാഷക്ക് മനസ്സിലായി കുട്ടികൾക്കൊന്നും വലിയൊരു നോളേജ് ഇല്ല, കഥ എഴുതാനോ അങ്ങനെ ഒരു കഴിവൊന്നും കുട്ടികൾക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കഥയും വളരെ മോശം. എല്ലാം ഓരോരുത്തർ കേട്ട കഥകളും പറഞ്ഞ കഥകളൊക്കെ വീണ്ടും ആവർത്തന വിരസതയാണ് എല്ലാ കഥകളും. അങ്ങനെ നമ്മുടെ ഹീറോ ആ കൊച്ചു പയ്യൻ്റെ കഥാപുസ്തകം എടുത്ത് നോക്കി. അത് നോക്കിയോട് കൂടിയിട്ട് മാഷ് ആകെ ഞെട്ടിപ്പോയി. എന്താണ് ഇവൻ എഴുതി നോക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാഷേ എനിക്ക് കഥകളൊന്നും അറിയില്ല, എൻ്റെ ജീവിത കഥയാണ് ഞാൻ എഴുതുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. ആ കൂട്ടുകാരൻ്റെ അമ്മയാണെന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും അവിടെ ചെല്ലും, ആ ആൻറ്റിയായിട്ട് സംസാരിക്കും. ആൻറ്റിക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ആൻറ്റി നാളെ വെച്ച് എനിക്ക് ഉമ്മ തന്നു. ആൻറ്റിനെ വളയ്ക്കാൻ പോകുന്നു ഞാൻ. ആൻറ്റിയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് പരിപാടി ചെയ്യും. അത് ഞാനൊരു കഥയായിട്ട് മാഷക്ക് എഴുതി തരാം. അങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ആ കഥനെ അങ്ങോട്ട് പൊലിപ്പിച്ച് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മാഷക്ക് പോലും കമ്പിയാവും. അങ്ങനത്തെ കഥയിനത് അവ എഴുതിണ്ടാക്കി നോക്കണത്. ഇത് കണ്ടോടുകൂടി മാഷ് ഒരു രസികനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മാഷക്ക് അതൊരു തമാശയായിട്ട് തോന്നി. മാഷ് എന്നിട്ട് ഭാര്യനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിലൊരു കൊച്ചു മുടക്കൻ എഴുതിയ കഥയാണ്, നീ ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ആ കഥ വായിച്ചപ്പോൾ ടീച്ചർക്കും ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് ഒരു രോമാഞ്ചം വന്നു. അപ്പോൾ ടീച്ചർ മാഷോട് പറഞ്ഞു, മാഷേ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമൊക്കെ വരുന്നുണ്ടല്ലോ. ആ എനിക്കും വന്നു രോമാഞ്ചം. അപ്പം നമുക്കൊന്നൊരു കളി പാസ്സാക്കിയാലോ. അതിനിപ്പോൾ എന്താ, നമുക്കിപ്പോൾ എന്നെ കളി പാസ്സാക്കാം. ഇവൻ്റെ കഥ ആ മാതിരി കഥയിന് അമ്മാതിരി കഥയിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷും ടീച്ചറും കൂടി ഒരു കളിയൊക്കെ കളിച്ചു. എത്ര കളിച്ചാലും കുട്ടികളില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മാഷ് ക്ലാസ്സിൽ ചെന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കഥകളൊക്കെ വളരെ മോശം. ഒരു കഥയ്ക്ക് അങ്ങോട്ട് പ്രൈസ് കൊടുക്കാനുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾ എഴുതിയ കഥകൾക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇതുപോലെ ഒരു പീരീഡ് നിങ്ങൾ കഥ എഴുതി നിങ്ങളുടെ ഭാവനേനെ നിങ്ങൾ ഉണർത്തണം, എന്നാലാണ് കഥകൾ വരുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് അവനെ വിളിച്ചു, നമ്മുടെ കൊച്ചു പയ്യനെ. അവനെ വിളിച്ചിട്ട് പറഞ്ഞു,
നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാനൊരു കഥ എഴുതാൻ പറഞ്ഞപ്പോൾ ഇമ്മാതിരി കഥ നീ എഴുതി കൊണ്ടുവരും. അല്ല മാഷേ, ഇത് നമ്മുടെ ജീവിതത്തിലെ കഥയല്ലേ, നമ്മുടെ ജീവിതത്തിലെ കഥയാണ് ഞാൻ എഴുതിയത്. എനിക്ക് അനുഭവമുള്ള കഥയല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ ഊഹിച്ചോ അല്ലെങ്കിൽ ഭാവനയിൽ നിന്നൊന്നും കഥ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ഞാൻ മാഷ എഴുതിയത്. അതിലെന്താ തെറ്റ്? എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു കമ്പം തോന്നി. ഞാൻ ഏത് ആൻറ്റിമാരെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ കിലോമീറ്ററോളം ആൻറ്റിമാരെ ബാക്ക് നോക്കി മാത്രം ഞാൻ നടന്നിട്ടുണ്ട് മാഷേ. അമ്മാതിരി കഥകളെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയായിട്ട് ഞാൻ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഞാൻ പരിപാടി നടത്തും. അപ്പോൾ മാഷക്ക് ഞാൻ ആ കഥ എഴുതി തരാം. അപ്പം മാഷ് പറഞ്ഞു, നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നിരുന്നാലും നിൻ്റെ കഥ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നീ ഇങ്ങനെ എഴുതാൻ കാണിച്ച ചങ്കൂറ്റം, ആ കഥ എഴുതിയുള്ള നിൻ്റെ ശൈലി എല്ലാം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നീ ഒരിക്കലും ഈ കഥ എഴുത്ത് നിർത്തരുത്. നീ ഇനിയും കഥകൾ എഴുതിക്കൊണ്ടിരിക്കണം. നീ ഇപ്പോൾ ആൻറ്റിനെ വളയ്ക്കാൻ നിൽക്കുക എന്നല്ല പറഞ്ഞു എന്നോട്. ഇപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും നീ അത് നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിനെ വളയ്ക്കണ കഥകളും ആൻറ്റിയായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഥകളൊക്കെ ആയിട്ട് നീ വീണ്ടും നീ ഇതുപോലെ എഴുതണം. എഴുതിയിട്ട് നീ വേറെ ആർക്കും കൊടുക്കണ്ട, അത് എൻ്റെ കയ്യിൽ തരണം. അപ്പോൾ ഞാനത് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടുക, അതും സ്വന്തം ഗുരുനാഥൻ തന്നെയാണ് മൂപ്പരെ എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മാഷനെ പറഞ്ഞു കൊടുത്തു, എന്താ എന്നും വരുമ്പോൾ ക്ലാസ്സിൽ ചോദിക്കുക, എന്താ എന്നാലും നീ പോയി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി ആൻറ്റിയായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആൻറ്റി ഞാൻ ചെല്ലണ സമയത്ത് ആൻറ്റി ഈ ഇവിടെ സാരി എടുത്ത് മേപ്പിട്ട് കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടോട് കൂടിയിട്ട് ഒന്നും കൂടി മേപ്പിട്ടെടുത്ത് കുത്തി. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തീരുമാനമാണ് ആൻറ്റി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നീ ഒരു കഥയും കൂടി എഴുതുന്നു പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആക്ച്വലി നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവൻ വീണ്ടും ഒരു കഥ എഴുതി. ആ കഥ എഴുതിയിട്ട് ആ കഥ അതും എഴുത്ത് ഗംഭീര എഴുത്താണ്. അവൻ്റെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ്ങിൽ എഴുതുന്ന ശൈലി ആയാലും മറ്റുള്ള ശൈലി ആയാലും ആർക്ക് വായിച്ചാലും കമ്പിയാവും. അങ്ങനത്തെ ഒരു കഥ എഴുത്തുകാരനാണ് നമ്മുടെ ഹീറോ. അതും മാഷ് കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തു. ഇന്നാൾ എഴുതിയതിനേക്കാളും പ്രോഗ്രൻസ് ഉണ്ട്. ഞാൻ അവനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിനുള്ളത് കഥയിൽ കാണാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് വായിച്ച്, ഇതിപ്പോൾ ഒരു തുണ്ടുപടം കണ്ടാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോൺ മീഡിയ കണ്ടാലോ ഒന്നും കിട്ടാത്ത അത്രയും അനുഭൂതിയാണ് നമുക്ക് ഈ കഥകൾ വായിക്കുമ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ഈ കഥകൾ ഒക്കെ വായിച്ച് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പരിപാടി ചെയ്താൽ ചിലപ്പോൾ കുട്ടികളുണ്ടായാലോ. നമുക്കിപ്പോൾ ഈ ഒരു രണ്ടാമതാവ് എഴുതി തന്നിട്ടുണ്ട്, മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്, നീ വായിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ വായിച്ചു. ടീച്ചർ വായിച്ചപ്പോൾ ടീച്ചർക്ക് ഈ പയ്യനെ കാണാനായിട്ടൊരാഗ്രഹം. ഇത്രയും ഭംഗിയായിട്ട് എഴുതി. അതുപോലെ തന്നെ ഇവരെ പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം. മാഷോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാഷോട് ഒരു പറഞ്ഞു. പിറ്റേ ദിവസം മാഷ് സ്കൂളിൽ പോകുമ്പോൾ ചോദിച്ചു, എനിക്ക് ആ കൊച്ചുമിടുക്കനൊന്ന് കാണുന്നുണ്ട്, നിങ്ങളൊരു ദിവസം കൂടെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൊണ്ടുവരാമല്ലോ, അതിനിപ്പോൾ എന്താ, നമുക്ക് ഒരുമിച്ച് അവന് പരിചയപ്പെടാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥയും ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മാഷക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ലാസ്റ്റ് ഈ മാഷത്തെ പ്രോയ്ക്കും കൂടി മാഷതിന് പിന്തുണയും കൂടി തന്നോട് കൂടിയിട്ട് ഇവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റീനെ ഇവൻ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ആൻറ്റി കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇറനണിഞ്ഞ് വരുമ്പോൾ ആൻറ്റീനെ കണ്ടപ്പോൾ സഹിച്ചില്ല, ഇവൻ കയറി പിടിച്ചു. അപ്പോൾ ആൻറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ വിളിച്ച് പരിപാടി ചെയ്യണമെന്നുള്ള ഉറപ്പിച്ച് നിൽക്കാറുണ്ട്. അത് ചെറിയ പയ്യനാണല്ലോ. അങ്ങനെ അവർ അസലായിട്ട് ഇവൻ പരിപാടി നടത്തി. ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇത്രയും നാളത്തെ ആഗ്രഹം മുഴുവൻ ആൻറ്റീൻ്റെ മുകളിൽ തീർത്തു. ആൻറ്റിക്കാണെങ്കിലും ഇവൻ്റെ കളി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവൻ്റെ ഓറലാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ ചുണ്ടുകൊണ്ടുള്ള കളികൾ ആൻറ്റി ഒരിക്കലും മറക്കാത്ത രീതിയിൽ. അതുപോലെ പിന്നെ ശീത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് മാഷക്ക് ഇത് കഥയായിട്ട് എഴുതി കൊടുക്കണ്ടേ, അത്രയും മനോഹരമായിട്ട് ചെയ്യണ്ടേ. അതിനിവൻ നാവുകൊണ്ടുള്ള കളികൾ തന്നെ വളരെ മനോഹരമായിട്ട് എഴുതി. എന്നിട്ട് ഇവൻ കളി കഴിഞ്ഞ് പോകാനോടുകൂടി വേറെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരൻ വന്നത് കണ്ടോടുകൂടി കൂട്ടുകാരൻ്റെ അമ്മേനല്ലേ ഇവൻ പരിപാടി ചെയ്യുന്നത്. കൂട്ടുകാരനാകെ ദേഷ്യം വന്നു. കൂട്ടുകാരെ അടിച്ച് അവനെ പഞ്ഞിക്കിട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഥയിൽ ഈ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഇവൻ്റെ പഞ്ഞിക്കിട്ടതും എല്ലാം കൂടി കഥ നല്ല ചുരുക്കായിട്ട് അവൻ എഴുതി വെച്ചിട്ട് മാഷോട് പറഞ്ഞു, മാഷേ ഞാൻ പരിപാടി ചെയ്തു ആൻറ്റീനെ, ആ പരിപാടി ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. അവൻ വന്ന് കണ്ടു, ആൻറ്റിയുടെ മകൻ വന്ന് കണ്ടു, എന്നെ പഞ്ഞിക്കിട്ടു. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. അവൻ എത്ര പഞ്ഞിക്കിട്ടാലും ഞാൻ ചെന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ചെയ്തു. പക്ഷേ പരീക്ഷ വരുന്നത്
പരീക്ഷ വരുമ്പോൾ ഞാൻ ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. മാഷ് പറഞ്ഞ് ഈ കഥ എഴുതണം മറ്റെഴുതണമൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടായി, എൻ്റെ പഠിപ്പൊക്കെ അവതാളത്തിലായിരിക്കുക. അതിനിപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റും, എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഇപ്പോൾ ഈ ഷോർട്ട് പീരീഡിലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാഷ് ഒരു കാര്യം ചെയ്യും, ചോദ്യപേപ്പർ എനിക്ക് ചോർത്തി തരണം എന്ന് പറഞ്ഞാൽ, ഡാടാ നീ എന്തേ പറയണത്, എനിക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്, നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. നടക്കില്ല കഴിഞ്ഞാൽ ഞാൻ ആൻറ്റീൻ്റെ പരിപാടി എന്നുള്ള എപ്പിസോഡ് ഞാൻ തരില്ല, വായിക്കാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പം മാഷുകാരന് അത് എന്തായാലും കിട്ടണം, അത് വലിയ ഗംഭീര സ്റ്റോറി ആയിരിക്കുന്നത് മാഷുക്ക് അറിയാം. മാഷ് പറഞ്ഞു, നീ ആരോടും പറയരുത്, നിനക്ക് ചോദ്യപേപ്പർ ഞാൻ ചോർത്തി തരാം എന്ന് പറഞ്ഞ് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തപ്പോൾ ഇവന് വലിയ സന്തോഷമായി. ഇവന് എഴുതിയിട്ട് ഇവന് നല്ല ക്ലാസ്സും കിട്ടിയതിൽ. അങ്ങനെ ആ അവസാനത്തെ എപ്പിസോഡും കൊണ്ട് കൊടുത്തു. അവസാനത്തെ എപ്പിസോഡും കൂടി വായിച്ചോട് കൂടിയിട്ട് മാഷുക്ക് അങ്ങോട്ട് തരിപ്പ് കയറി. ടീച്ചറാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തരിപ്പ് കയറി. അപ്പോൾ ഇവനെയും കൊണ്ടുപോയി ടീച്ചറെ എടുത്ത് പരിചയപ്പെടുത്തിയപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവനെ കാണാൻ നല്ല മിടുക്കനല്ലേ. പിന്നെ അതല്ല, ഇവൻ ഈ ചുണ്ടുകൊണ്ട് കാണിക്കുന്ന സംഭവങ്ങൾ എഴുതിയത് വായിച്ചപ്പോൾ ടീച്ചർക്ക് ഒരു ഭയങ്കര ഒരു ടീച്ചറല്ല മാഷ ഭാര്യയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഇവനെ കൊണ്ട് ഒരു ദിവസം കളിപ്പിക്കണമെന്ന് തീരുമാനിച്ച് തന്നെ ഇരിക്കുന്ന ടീച്ചർ. അങ്ങനെ മാഷില്ലാത്ത നേരത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇവനെ വിളിപ്പിച്ച് കളിപ്പിച്ചു. ഇതെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് അറിഞ്ഞോടുകൂടി ടീച്ചർ ഒരുപാട് ചീത്ത പറഞ്ഞപ്പോൾ ടീച്ചറെ പേരിലാണ് സ്ഥലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ടീച്ചർ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ മേലിൽ കളിച്ചതൊന്നും കളിയല്ല, ഇവൻ കളിച്ചതാ കളി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് പോവാം. ഞാൻ അവനെ ഇനിയും വിളിച്ച് കളിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അയാളെ പിടിച്ച് പുറത്താക്കി, മാഷെ പിടിച്ച് പുറത്താക്കി. അതിനിടയ്ക്കല്ലേ വേറെ പ്രശ്നം ഉണ്ടായി. ഈ ചോദ്യപേപ്പർ ചോർന്ന കാര്യം, ഇവന് ചോർത്തി കൊടുത്ത കാര്യം അവിടെ ആരോ അറിഞ്ഞു. അത് കോളേജിലെല്ലാം പാട്ടായി. അതോടുകൂടി മാഷ ജോലിയും പോയി. അപ്പോൾ എന്തുണ്ടായി, ഈ സ്റ്റുഡൻറ്റ് കാരണം മാഷ ജോലിയും പോയി, ഭാര്യയും പോയി. നിങ്ങളൊന്ന് ആലോചിക്കണേ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് വീടുമില്ല കുടിയില്ല ഒന്നുമില്ല, തലയാക്കാൻ ഒരു ഇടമില്ലാത്ത രീതിയിൽ മൂപ്പരിങ്ങനെ ചെന്ന് ബസ് സ്റ്റാൻഡിലിരിക്കുക. അപ്പോൾ ഇവൻ വന്നു. ഇവനെ കണ്ടപ്പോൾ ഒരു മാഷക്ക് ഇവനോട് ദേഷ്യമൊന്നുമില്ല. മാഷ് പറഞ്ഞു, അതൊക്കെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മളതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നീ കാരണം എന്തുണ്ടായി, എൻ്റെ ഉള്ളൊരു ജോലിയും പോയി, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും പോയി. എന്നിരുന്നാലും നിന്നോട് എനിക്ക് ഒരു വിഷമമില്ല. നീ ഇനി ഇതുപോലെ കഥകൾ എഴുതണം, നീ വലിയൊരു കഥ എഴുത്തുകാരനാവും. ഇപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ജോലിയും കൂലിയൊന്നും എനിക്കൊരു വിഷയമല്ല. നീ എഴുതണം, നീ എഴുതി എനിക്ക് കൊണ്ടുവന്ന് തരണം. ആ കഥകൾ വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് നിന്നെല്ലാം മറന്ന് വേറൊരു ലോകത്തേക്ക് ഞാൻ ചിറകടിച്ച് പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പരിപാടിയൊന്നും അതിനേക്കാളൊക്കെ സുഖമാണ് നിൻ്റെ കഥ വായിക്കാനായിട്ട്. നീ കഥ എഴുതണം മോനെ, നീ കഥ എഴുതിക്കൊണ്ടേയിരിക്കും എന്ന് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ട മാഷ് വീണ്ടും ആ സ്റ്റുഡൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കഥ? അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.